ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേസന്വേഷണത്തിന്റെ വഴികളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ കേട്ടതാണ്. പക്ഷേ APP പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ ചന്ദ്രശേഖരനെ ഒന്നുകൂടെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. യുവർ ഓണർ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ഞാൻ പ്രിയങ്കയെ പ്രസന്റ് ചെയ്യാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ മകൾ പ്രിയങ്ക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോടതി മുറിയിൽ നടന്നത് ഈ പ്രിയങ്കയുടെ കൊലപാതകത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ്. ചന്ദ്രശേഖരന്റെ ഗൂഢാലോചന കൊണ്ടോ ചന്ദ്രശേഖരന്റെ ആളുകളുടെ കരുത്തിനാലാണോ പ്രിയങ്ക വധിക്കപ്പെട്ടതെങ്കിൽ ഈ നിൽക്കുന്ന പ്രിയങ്ക ആരാണെന്ന് ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട എന്റെ എതിർകക്ഷി അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ്. കോടതി മുറിയിൽ ഈ നിൽക്കുന്നത് പ്രിയങ്ക തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ചില രേഖകൾ ഞാൻ കോടതിയിൽ സമർപ്പിക്കുകയാണ്. മിസ് ആരതി വർമ്മ, പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ സവിശേഷമായ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് യുവർ ഓണർ. യുവർ ഓണർ, ഇനിയാണ് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം യഥാർത്ഥത്തിൽ നടത്തിയത് ആരാണ്? അന്വേഷണത്തിൽ വിട്ടുവീഴ്ച നടത്തിയെന്ന് പറയുന്ന ആരതി വർമ്മയ്ക്ക് പോലും അതിന് കൃത്യമായ ഉത്തരം ഉണ്ടാവില്ല. ചന്ദ്രശേഖരൻ നിയോഗിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടെത്തിയത് ആരാണ്? ആരതി വർമ്മ. ചന്ദ്രശേഖരനും അവരും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ആരതി വർമ്മ. അങ്ങനെ നോക്കുമ്പോ സാധാരണ ഉണ്ടായിരുന്ന ഒരു പോലീസ് അന്വേഷണത്തിനെ അട്ടിമറിച്ച് തന്റെയും തന്റെ കൂട്ടാളികളുടെ ഇഷ്ടപ്രകാരം നടത്തിയ ഒരു കേസ് അന്വേഷണത്തിന്റെ അവസാന ഫലമായിരുന്നു കോടതി കണ്ടത്. That means പോലീസിന്റെ അധികാരത്തെയും കോടതിയുടെ അധികാരത്തെയും ഒരുപോലെ മറികടക്കുന്ന ആരതി വർമ്മയുടെ തന്ത്രം തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഏത് രീതിയിലായാലും രക്ഷിച്ചെടുക്കുമെന്ന വാശി.
പ്രിയങ്ക മരിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഉറപ്പു വന്നതുകൊണ്ട് അതിന്റെ പേരിൽ കോടതി വിധിച്ച ശിക്ഷാവിധികൾ റദ്ദാക്കണമെന്നും ചന്ദ്രശേഖരനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഉത്തരവാകണമെന്നും സിഐക്ക് വിധിച്ച സസ്പെൻഷൻ റദ്ദാക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി സമക്ഷം അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ് ആരതി വർമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. ഇതിനപ്പുറം അവരിനി എന്ത് പറയാനാണ് യുവർ ഓണർ? നടത്തിയ നാടകങ്ങളെല്ലാം പിടിക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് കോടതിയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുന്നിലും തൊലി ഉരിഞ്ഞ അവസ്ഥയിലാണ് അഡ്വക്കേറ്റ് മിസ് ആരതി വർമ്മ. താനും തന്റെ കൂട്ടാളികളും നടത്തിയ അന്വേഷണത്തിന്റെ പേരിൽ ഇതേ കോടതി പ്രശംസിച്ചപ്പോ പോലും ഒരു ഉളുപ്പുമില്ലാതെ ആ പ്രശംസ സ്വീകരിച്ച ആളാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ. നിരായുധയായി നിൽക്കുന്ന ആരതി വർമ്മയോട് എനിക്കിപ്പോ സഹതാപമേ ഉള്ളൂ. യുവർ ഓണർ, പ്രിയങ്ക എന്ന പെൺകുട്ടി മരണത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമേ. പക്ഷേ കേസന്വേഷണത്തിന്റെ വഴികളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ കേട്ടതാണ്. പക്ഷേ APP പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ ചന്ദ്രശേഖരനെ ഒന്നുകൂടെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇത്രയും പീഡിപ്പിക്കപ്പെട്ട, ജയിലിൽ വരെ അടയ്ക്കപ്പെട്ട എന്റെ കക്ഷിക്ക് ഇനി കോടതി ചോദ്യങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണ്. ഉൾക്കൊണ്ടേ പറ്റൂ മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ. കാരണം പ്രിയങ്ക തിരിച്ചു വന്നതോടെ ഈ കേസ് അവസാനിച്ചു എന്ന് പറയുന്നത് അത് മണ്ടത്തരം മാത്രമാണ്. അത് ചന്ദ്രശേഖരന്റെ വിചാരണയിലൂടെ ഞാൻ തെളിയിച്ചു തരും. You proceed. താങ്ക് യു യുവർ ഓണർ. പ്രിയങ്ക കൊലക്കേസിലെ പ്രതി ചന്ദ്രശേഖരൻ ഹാജരാകേണ്ടതാണ്.